സോ വൈറ്റ് പേപ്പർ പ്രപ്പോസലിന്റെ വൺ ഓഫ് ദ മെയിൻ പ്രപ്പോസൽ, അതായത് ILR എക്സ്റ്റൻഷൻ ടു 10 years, ഈ ഒരു പ്രപ്പോസൽ റൂളായി വന്നു കഴിഞ്ഞാൽ അതൊരു മേജർ ഇമ്പാക്ട് ആയിരിക്കും. കാരണം ഒരുപാട് ഇമിഗ്രൻസ്, അതായത് അവരുടെ ഒരു ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് സ്കിൽ വർക്കർ റൂട്ടിൽ സെറ്റിൽമെന്റിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഇപ്പോൾ ഇതൊരു റൂളായി വന്നു കഴിഞ്ഞാൽ, അത് 5 year റൂട്ട് 10 year റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ അവർ എഫക്ട് ചെയ്യുന്നു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ പെറ്റീഷൻസ് സബ്മിറ്റ് ചെയ്യുകയും പെറ്റീഷൻ കൺസിഡർ ചെയ്യാനും അതിന്റെ ഡിബേറ്റ്സും ആയിരുന്നു കഴിഞ്ഞ ദിവസം September 8 നടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ MPസും വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഒബ്ജക്ട് ചെയ്തു. ഒബ്വിയസ്ലി 5 year റൂട്ടിൽ നിന്ന് 10 year റൂട്ട് മാറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഈ സ്കിൽ വർക്കർ റൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 5 year നിങ്ങൾക്ക് ആ വിസ, നിങ്ങളുടെ എംപ്ലോയർ ആ സ്കിൽ വർക്കർ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ റെഡി ആവണം. ഇനി അങ്ങനെ റെഡി ആവുന്ന സമയത്ത് തന്നെ അതിന് വരുന്ന ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയതല്ല. ഇപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഫീസുകളും IHS ഫീസ് ആയാലും അല്ലെങ്കിൽ ഹോം ഓഫീസ് ഫീസ്, അപ്ലിക്കേഷൻ ഫീസ് ആയാലും നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഗെയിൻ അതൊരു 5 year എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമല്ല. സോ അത് മാത്രമല്ല, അതായത് ഇമിഗ്രേഷൻ ഫീസിലുപരി ഇപ്പോൾ ഓരോ ഫാമിലിയും ചിലപ്പോൾ 1-2 കുട്ടികൾ, ഇപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അവർ പഠിത്തം റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് കൂടുതലും. കാരണം ഈ കുട്ടികളെല്ലാവരും സ്റ്റിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഫീസ് എന്ന് പറയുന്നത് ഡബിൾ എമൗണ്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അതായത് ഒരു ഡിഗ്രി കോഴ്സ് ചെയ്യണമെങ്കിൽ അറൗണ്ട് ഒരു മിനിമം 15 to 20 lakhs ആണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കേണ്ടി വരിക. അതേസമയത്ത് ഒരു സെറ്റിൽ പേഴ്സൺ ആണെങ്കിൽ അതിന്റെ പകുതി കൊടുക്കേണ്ടി വരുള്ളൂ. സോ അങ്ങനത്തെ സിനാരിയോ. അപ്പം അത് ഈ ഹോം ഓഫീസ് ഫീസ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന ഒരു ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു കാര്യം. പിന്നെ കൂടാതെ ഓൾറെഡി വിസയിലുള്ള ഇമിഗ്രൻസ് എല്ലാവരും തന്നെ സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഈ ഗവൺമെന്റിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും ഇമിഗ്രൻസിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഇമ്പാക്ട് ഇസ് ഹ്യൂജ്. സോ ആഫ്റ്റർ ഡിബേറ്റ്, ഇപ്പോൾ ഈ ഡിബേറ്റിന് ശേഷം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇത് അഗെയിൻ പബ്ലിക് കൺസൾട്ടേഷൻ, ഒന്നുകൂടെ പബ്ലിക് കൺസൾട്ടേഷന് വിടുകയും, അതായത് പബ്ലിക് കൺസൾട്ടേഷൻ ഈവൻ അതിന്റെ ഡേറ്റോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ മേ ബി ഇയർ എൻഡിലായിരിക്കും. അങ്ങനെ പബ്ലിക്കിൽ നിന്ന് സെയിം ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിന്റെ അടുത്തൊക്കെ ഒപ്പീനിയൻ എടുത്തിട്ട് അത് കൺസിഡർ ചെയ്ത ശേഷമായിരിക്കും ഇതൊരു റൂളായിട്ട് വരുള്ളൂ. സോ റൂൾ ആവുന്നവരെ അഗെയിൻ അൺസർട്ടനിറ്റിയിലേക്ക് പോകും. ലെറ്റ്സ് സീ ഇത് എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. സോ വി വിൽ അപ്ഡേറ്റ് അക്കോർഡിംഗ്ലി.